24 സീറ്റിൽ മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. നമ്മള് ജയിച്ചത് ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട്, അല്ലാതെ അതിപ്പോ ഓരോ കക്ഷികളും സംഘടനകളും ആളുകളും ഒക്കെ പല അവകാശവാദങ്ങളും പറയും. അത് നമ്മള് അതിനെതിരും അനുകൂലവും ഒന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. പിന്നെ 2 സീറ്റിൽ നമ്മൾ നിന്നു പറയുന്നത് ഏറ്റവും വലിയൊരു തമാശ. അങ്ങനൊന്നുമില്ല. വ്യക്തമായ ഭാഷയിൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ലീഗിന്റെ നേതാക്കന്മാരോടോ പ്രവർത്തകരോടോ. 1960 സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഭരണത്തിൽ വന്നിട്ടുള്ള ലീഗ്, 67 മന്ത്രിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിൽ വന്നിട്ടുള്ള ലീഗ്, നാളിതുവരെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളി നിങ്ങൾ ചോദിക്കും. 90% വരുന്ന മുസ്ലിം ലീഗുകൾ സുന്നികളാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഒരു ഉമ്മപെറ്റ മുസ്ലിം ലീഗാണ് സാധ്യമാണോ? നിങ്ങൾ വെല്ലുവിളിച്ചോളൂ. നിങ്ങളെ 4 മൂർച്ചത്തിയോട് കാലാകാലങ്ങളായി പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി നിങ്ങൾ സ്വയം വലുതായി, നിങ്ങളെ കുംഭ യാത്രകൾ കൊണ്ട് വലുതായി വീഴ്ത്തു എന്നല്ലാതെ ഈ സമുദായത്തിന്റെ ഒരു കുട്ടിക്ക് പോലും അരനയാ പൈസയുടെ നന്മ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ചെയ്തിട്ടില്ല. കൊടുക്കാൻ കുഞ്ഞാലിക്കുട്ടി എന്ന ശൈഖിനെ ആശ്രയിക്കേണ്ടി വരും. സാക്ഷാൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്താവന ഇറക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ശൈഖ് പിന്നാമ്പുറത്തിൽ നിന്ന് റിമോട്ട് വെക്കാനല്ലാതെ സാധിക്കാതെ വന്നേക്കാം. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അയാൾ ദ്വാരക്കുന്നു, അല്ലാഹുവേ നീ ഹഖനെ വിജയിപ്പിക്കണമേ, അല്ലാഹുവേ നീ ലീഗിനെ തകർക്കണമേ, അല്ലാഹുവേ നീ ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണമേ. ചമ്മാറ്റുന്ന അയാൾ ദ്വാരുന്നതാണ്. എയ്ഡ്സ് കിട്ടുകയാണെങ്കിൽ ആർക്കാണ് ആദ്യം കിട്ടുകയെന്ന് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി സാഹിബിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കന്മാരിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയണില്ല, അല്ലെങ്കിൽ അത് ഞാൻ വിശദീകരിക്കുമായിരുന്നു. അത് ഞാൻ കാന്തപുരത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ചെയ്ത പ്രസംഗത്തിൽ അല്പം തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാസറ്റ് കേട്ട സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതിലെന്താ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിടെ പറയണില്ല. എന്നിട്ട് ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണേ. ഒരു ആലിമിന്റെ ദ്വായുടെ സ്വഭാവം നോക്കണം. ആലിമ്യങ്ങൾ ലീഗിനെതിരെ ദ്വാരക്കുവോ? അല്ലെങ്കിൽ AP ദ്വാരുന്ന ലീഗുകാർക്ക് പേടിയുണ്ടോ? APയുടെ അനുയായികൾക്ക് അറിയുമോ ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാരെ? അറിഞ്ഞിട്ടില്ല? നിങ്ങൾ അറിയണം. കേരളത്തിലെ ആത്മീയ ചിന്തയുടെ ജ്വലിക്കുന്ന താരകമായിരുന്നു മഹാനായ തസവുഫിന്റെ ഗുരു ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. പറങ്കി മൂച്ചിക്കല്ല ഒരു കൊടിലിരുന്നു കൊണ്ട് ആത്മീയ ചക്രവാളത്തിലേക്ക് ഒരു ജ്യോതിസ്ഥായി ഉദിച്ചുയർന്ന മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് ദുആ ചെയ്ത ആളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തന്റെ വലത്തും മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ തന്റെ ഇടത്തും ഇരുത്തിക്കൊണ്ട് ബാപ്പ മുസ്ലിയാർ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ സംഘത്തെ നീ വിജയിപ്പിക്കണമേ, അല്ലാഹുവേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണമേ, ഇന്ത്യ രാജ്യത്ത് ദീനിന്റെ മാനം കാക്കാൻ ഈ സംഘടനക്ക് നീ ശക്തി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിം ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള ഖാദിരിയ തരീഖത്തിന്റെയും നഖ്ശബന്ദിയ തരീഖത്തിന്റെയും സമന്വയമാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ദുആ കൊണ്ട് കെട്ടിപ്പടുത്ത പച്ചക്കൊടി AP അബൂബക്കർ മുസ്ലിയാരുടെ ദുആ കൊണ്ട് പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയാണെന്ന്
കാന്തപുരത്തിന്റെ അനുയായികൾക്ക് വല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമായിരിക്കണം. എന്തിനായിരുന്നു മുസ്ലിങ്ങളെ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നും അകറ്റി പരസ്പരം ഭിന്നിപ്പിക്കുന്ന ലീഗ് വിരോധം അണികളിൽ കുത്തി നിറച്ചത്? മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതിന് നിങ്ങൾക്ക് പ്രചോദനം നൽകിയത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടും പാണക്കാട് കുടുംബത്തോടുമുള്ള കേവല വിരോധം മാത്രമായിരുന്നു എന്നുള്ളതല്ലേ സത്യം? പാണക്കാട് തങ്ങളോടുള്ള അസൂയാണല്ലോ ഇപ്പൊ കാന്തപുരം മുസ്ലിയാർക്കുള്ളത്. അയാളുടെ സോക്കറിന്റെ അസിലതാണ്. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു. പാണക്കാട് തങ്ങളുടെ കസേരയിൽ കയറിയിരിക്കാൻ കാന്തപുരത്തിന് അവസരം കൊടുത്താൽ കേരളത്തിലെ സമസ്തയിൽ നിന്നുണ്ടാക്കിയ സർവ്വ പ്രശ്നങ്ങൾക്കും മറുപടി ഉണ്ടാവും. ശിഹാബിന്റെ കസേരയിൽ കയറിയിരിക്കണം, അതാണ് മൂപ്പരപ്പൂതി. പക്ഷേ എങ്ങനെയാണ് ഇയാൾക്ക് ശിഹാബ് തങ്ങളുടെ കസേരയിൽ ഇരിക്കാനുള്ള അർഹതയുണ്ടാവുക? മഹാനായ ശിഹാബ് തങ്ങളും ഇയാളും തമ്മിൽ താരതമ്യമുണ്ടോ? ഇയാളുടെ അനുയായികൾ പറയുന്നു കുരുത്തക്കേട്, ഞങ്ങളുടെ ശൈഖുനായുടെ കുരുത്തക്കേട്. പാണക്കാട്ട് തങ്ങൾ ആർക്കെങ്കിലും ഇന്ന് വരെ കുരുത്തക്കേട് കൊടുത്തിട്ടുണ്ടോ? കുരുത്തം കൊടുത്തിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് മുസ്ലിം സമുദായത്തിന് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വേണം, അതിന്റെ കുരുത്തം കിട്ടണം. മുസ്ലിം സമുദായത്തിന് പള്ളി ഉദ്ഘാടനം ചെയ്യാൻ ശിഹാബ് തങ്ങൾ വേണം, അതിന്റെ കുരുത്തം വേണം. ഇങ്ങനെ കുരുത്തത്തിന് വേണ്ടിയല്ലാതെ കുരുത്തക്കേടിന് വേണ്ടി ആരും പാണക്കാട്ടേക്ക് പോകാറില്ല എന്ന് മുസ്ലിം പണ്ഡിതന്റെ വേഷത്തിൽ സഞ്ചരിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പാണക്കാട് തങ്ങളുടെ കസേരയിലേക്കാൻ മോഹിക്കുന്ന നിങ്ങളും തങ്ങളും തമ്മിൽ താരതമ്യം പോലും നടത്താൻ ഈ സമുദായത്തിന് സാധ്യമല്ല.